ഹായ് ഹലോ, ഞാൻ സുകന്യ. ഫോറസ്റ്റ് നൈറ്റീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് എൻ്റെ വീടിനടുത്തുള്ള ഒരു കസ്റ്റമർ തയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന നൈറ്റിയാണ് കേട്ടോ. ഷേപ്പ് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നൈറ്റിയാണ്. അപ്പോൾ അതിന് അടിഭാഗത്ത് നിന്ന് ഇത്രയും തുണി ബാക്കി മിച്ചം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ തുണിയിൽ നിന്ന് ഒരു കുഞ്ഞു നിക്കർ തയ്ച്ചു തരാനാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പം നമ്മളതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും പറയരുത് കേട്ടോ. ഉടനെ നമ്മളിത് ചെയ്ത് കൊടുത്തോണം. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാൻ പറ്റുന്ന വർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യാൻ പോകുന്നൊരു വർക്കാണ് നിക്കറിൻ്റെ വർക്ക് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ബാക്കി വന്ന തുണിയുടെ അടിഭാഗത്ത് നിന്നുള്ള നൂലുകളൊക്കെ ഇതേപോലെ ബട്ടൺ ഹോളർ കൊണ്ട് നമുക്ക് എല്ലാം ഇളക്കി മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പം ഇളക്കി മാറ്റുമ്പോഴത്തേക്ക് ഇതേപോലെ വീതിയിൽ, അതായത് നീളത്തിലല്ല വീതിയിലാണ് നമുക്ക് തുണി കിട്ടുന്നത്. ഇത് നീളത്തിലേക്ക് നമുക്ക് കുറച്ച് ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇളിവണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നന്നായിട്ട് കറക്റ്റായിട്ട് തുണികളെല്ലാം നേരെ വെച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. മുറിച്ചെടുത്തതിന് ശേഷം ഈ നീളത്തിൽ നമുക്ക് തുണി വേണം. അതുകൊണ്ട് കറക്റ്റായിട്ട് അതേപോലെ കയറി ഇറങ്ങിയിരിക്കുന്ന ഭാഗമൊക്കെ നല്ലതായിട്ട് നോക്കിയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് വരുന്ന ഭാഗമൊക്കെ നന്നായിട്ട് നോക്കി വെച്ചതിന് ശേഷം അതിൻ്റെ നല്ല വശവും വെച്ചിട്ട് അതിൻ്റെ പുറം വശം, അതായത് ചീത്ത വശത്താണ് നമ്മളിത് തയ്ച്ചെടുക്കാൻ പോകുന്നത്. അപ്പം നേരെ അങ്ങോട്ട് പിടിച്ച് മറ്റേ തുണി മാറ്റി വെച്ചതിന് ശേഷം ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ല വശം അതിൻ്റെ അകത്ത് വരുന്ന രീതിക്ക് വേണം നമ്മളിത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ക്യാമറ ഒന്ന് നേരെ വെച്ചോട്ടോ കേട്ടോ. ചെറിയൊരു കുലുക്കമുണ്ട്, അത് കാരണം മെഷീനകത്ത് പിടിപ്പിച്ച് വെച്ചേക്കുന്നതിനെ കൊണ്ട് തന്നെ തയ്ക്കുമ്പം ചെറിയൊരു കുലുക്കമുണ്ട്. അതെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അതിപ്പം നമുക്കത് ശരിയാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കാം. അപ്പം ഇതേപോലെ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നേരെ പിടിച്ച് വെച്ചതിന് ശേഷം ഇതിനൊക്കെ നേരെ തയ്ച്ചെടുത്തതിന് ശേഷം ഫുൾ കംപ്ലീറ്റ്, അതായത് മുകളിൽ നിന്ന് താഴെ വരയ്ക്കും കെട്ടിട്ട് വേണം നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നൂലൊക്കെ അന്നേരം പൊട്ടിച്ച് മാറ്റുക. അതിനുശേഷം ഇത് ഇങ്ങനെ നേരെ നല്ല വശത്തേക്ക് തിരിച്ച് വെച്ചതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് നമ്മൾ തയ്ച്ച ആ ഭാഗത്തോടു കൂടി തന്നെ തുണിയെ നന്നായിട്ട് പതിച്ച് വെച്ച് ഒന്ന് വലിച്ച് പിടിച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തുണി വിട്ടു പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേരെ വെച്ച് പതിച്ചടിച്ചെടുക്കുന്നത്. നന്നായിട്ട് പിടിച്ചങ്ങോട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ ഒരെണ്ണം മാത്രമല്ല, മറ്റേത് നേരത്തെ ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഇങ്ങനെ നേരെ വെക്കുക. അതിനുശേഷം അതിൻ്റെ ചീത്ത വശത്തും പുറത്തോട്ട് വെച്ച് നല്ല വശം അകത്തോട്ട് വെച്ച് രണ്ടും നേരെ അങ്ങോട്ട് രണ്ടായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം വീതിയും നീളം ഉള്ള ഒരു നിക്കർ തയ്ക്കാനുള്ള തുണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം തുണി നമുക്ക് ലാഭിച്ച് ഇതേപോലെ കുഞ്ഞു നിക്കറും കുഞ്ഞു ഉടുപ്പുകളൊക്കെ നമുക്ക് കോട്ടൺ തുണിയിൽ നൈറ്റി മെറ്റീരിയൽ ബാക്കി വരുന്ന തുണികൾ കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മുകൾ ഭാഗം, അതായത് ഇളിവണ്ണം കറക്റ്റായിട്ട് വരുത്തിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് ആ വര ഒന്ന് നേരെ ആക്കിയെടുക്കുക. തുണി എന്നിട്ട് ഇളിവണ്ണം, അതായത് കുട്ടിയുടെ ഇളിവണ്ണത്തിൻ്റെ 4/1 അതിൽ നിന്ന് 2 ഇഞ്ച് കൂടി തയ്യത്തുമ്പ് ഇട്ടാണ് നമ്മളിതിൻ്റെ അളവ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് വയ്ക്കുന്നതിനെ കൊണ്ട് നമുക്ക് എത്ര വീതി വേണമെങ്കിലും എടുക്കാം, അത്യാവശ്യം വീതി എടുക്കാം. അപ്പം മുകളിലും താഴോട്ട് ക്രോച്ചിലേക്ക് 2 ഇഞ്ച് വീതി, അത് 2 ഇഞ്ച് നീളത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. അത് കാരണം ക്രോച്ച് അടിച്ച് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ബോട്ടത്തിൻ്റെ ഭാഗം നേരെ സ്ട്രെയിറ്റ് ഒരു ലൈൻ ആദ്യം കൊടുക്കുക. എന്നിട്ട് അളവ് എങ്ങനെയാണോ കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഒപ്പം തയ്യൽ തുമ്പും വെച്ച് നമ്മൾ ക്രോച്ചിൻ്റെ ഭാഗത്ത് വളച്ച് വരച്ചിട്ടുണ്ടല്ലോ അതുമായിട്ട് നേരെ മുട്ടിക്കുക. അപ്പം ക്രോച്ചിൻ്റെ ഭാഗത്ത് അവിടെ നിന്ന് അങ്ങോട്ട് 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ വരയിട്ടിട്ട് വേണം നമ്മൾ ക്രോച്ച് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 2 ഇഞ്ച് എലാസ്റ്റിക്കിനുള്ളത് മാർക്ക് ചെയ്ത് വയ്ക്കുക. 2 ഇഞ്ച് വേണ്ടി വരത്തില്ല കേട്ടോ. അപ്പം 1/2 ഇഞ്ച് നമ്മളൊന്ന് മടക്കാനും പിന്നെ 1 ഇഞ്ച് 3/4 ഇഞ്ച് എലാസ്റ്റിക് വെക്കുന്നതിനെ കൊണ്ട് 1 ഇഞ്ച് മടക്കിയാണ് നമ്മളിത് തയ്ച്ചെടുക്കുന്നത്. അപ്പം ഇതേപോലെ തുണി നന്നായിട്ട് മുറിച്ചെടുക്കുക. ആദ്യം ബോട്ടത്തിൻ്റെ ഭാഗത്ത് മുറിച്ചെടുത്തതിന് ശേഷം മുകളിൽ നിന്ന് ക്രോച്ചിലേക്ക് കറക്റ്റായിട്ട് മുറിച്ചെടുക്കുകയാണ്. തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ഒരു മുട്ടുസൂചി കുത്തി വെച്ചിട്ട് തയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. വെട്ടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇത് വെട്ടിയ ശേഷം ഇത്രയും ഉണ്ട് കേട്ടോ. ഇപ്പം ഇത്രയും വീതി ഉണ്ടെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക് കറക്റ്റ് അളവായിരിക്കും. എലാസ്റ്റിക്കും കൂടി വെക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു പരുവത്തിനത് കിട്ടും. അപ്പം മുകളിൽ നിന്ന് ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് കെട്ടിട്ട് തയ്യൽ തുടങ്ങുക. തിരിച്ച് അതേപോലെ ഒരു തയ്യലോട് ഇടുക. കാരണം 2 തയ്യലിടണം. 2 തയ്യലിട്ടാൽ പെട്ടെന്ന് തുണി വിട്ടു പോകത്തില്ല കേട്ടോ. അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. എപ്പോഴും തുടക്കവും അവസാനം കെട്ടിട്ട് തന്നെ നിർത്തുക കേട്ടോ. അപ്പം ഇതേപോലെയാണ് നമ്മുടെ നിക്കർ വന്നേക്കുന്നത്. മുകൾ ഭാഗം, അതായത് ഇളിവണ്ണത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ചിലേക്ക് മടക്കി തയ്ക്കുക.
ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്കെയിൽ ടേപ്പ് ഉപയോഗിച്ച് അളന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം തയ്ച്ചെടുക്കുക. ഇപ്പോൾ സ്ഥിരം ഞാൻ തയ്ക്കുന്നതിനെ കൊണ്ട് നമുക്ക് ആ ഒരളവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നൂല് അന്നേരം ഉള്ളത് അധികം വരുന്നതൊക്കെ വെട്ടി മാറ്റുക. 3/4 ഇഞ്ച് അളവുള്ള ഒരു എലാസ്റ്റിക്കാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പം ആ 1 ഇഞ്ച് നമ്മൾ അളവ് എടുത്തതിന് ശേഷം ഒരു ഇഞ്ച് ഗ്യാപ്പ്, സെൻറ്റർ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് തുണി മടക്കി ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ അടിച്ചെടുക്കുക. അതേപോലെ നമ്മൾ തയ്ച്ച് 1 ഇഞ്ച് വീതിക്ക് തയ്ച്ചെടുക്കുന്നല്ലോ, അത് അവസാനിക്കുന്ന എൻഡ് ഭാഗത്തിലും 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ അതിൽ കൂടിയാണ് എലാസ്റ്റിക് കടത്തി വിടുന്നത്. അപ്പം ഇതേപോലെ കെട്ടിട്ട് നിർത്തി അന്നേരം അധികം വരുന്ന നൂലുകളൊക്കെ വെട്ടി മാറ്റുക. അതിന് ഭാഗം താഴെ നമ്മൾ ബോട്ടത്തിൻ്റെ ഭാഗം എടുത്തിട്ട് തിരിച്ച് വെച്ചിട്ട് അപ്പം അതും 1/2 ഇഞ്ച്. ഇതിപ്പം നീളം കുറവായതുകൊണ്ട്, അത് അത്യാവശ്യം ഒരു കുഞ്ഞ് നിക്കറ് വരുന്നു. അപ്പം നീളം കുറവായതുകൊണ്ട് 1/2 ഇഞ്ച് വീതം വെച്ച് മടക്കി 2 മടക്കിയിട്ടാണ് ഞാനിത് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. പറ്റുമെങ്കിൽ 2 മടക്കാക്കി അടിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് വീതം വെച്ച് ആദ്യം അടിക്കുക, പിന്നെ അതിന് ശേഷം 1/2 ഇഞ്ച് ഒന്നുകൂടി മടക്കി വെച്ച് അടിക്കുക. അപ്പോൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് വന്നോളും കേട്ടോ. അപ്പം നന്നായിട്ട് വിരൽ കൊണ്ട് ഒന്ന് തുണി ഒന്ന് തേച്ച്, അതായത് നഖം കൊണ്ടൊന്ന് വലിച്ച് പിടിച്ചതിന് ശേഷം നിങ്ങളൊന്ന് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ തുണി അതേപോലെ മടങ്ങി കിട്ടും കേട്ടോ. എപ്പോഴും നമ്മൾ തേച്ചെടുക്കേണ്ട കാര്യം, നമ്മൾ കോട്ടൺ തുണിയൊക്കെ ഇതേപോലെ നഖം കൊണ്ടൊന്ന് വരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെ നന്നായിട്ട് മടങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ അതായത് ഇതേപോലെ നമുക്ക് വെച്ചിട്ട് കെട്ടിട്ട് തുടങ്ങി അങ്ങ് അവസാനം വരയ്ക്ക് നന്നായിട്ട് തയ്ച്ചെടുക്കാം. അപ്പം തയ്ച്ചെടുക്കുക. ഇതേപോലെ തുണികളും വേസ്റ്റ് നൂലുകളൊക്കെ തട്ടി മാറ്റിയിട്ട് വേണം ഇതേപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തയ്ച്ചെടുത്തതിന് ശേഷം നൂല് വെട്ടിക്കളയാം കേട്ടോ. അന്നേരമുള്ള നൂലുകളൊക്കെ വെട്ടിക്കളഞ്ഞാൽ അവസാനം നമുക്ക് വലിയ ബുദ്ധിമുട്ടാതെ ഫിനിഷ് എടുക്കാം. അപ്പം അതിന് ശേഷം ഇതേപോലെ 2 ഭാഗത്തുള്ള അതായത് ക്രോച്ചിൻ്റെ ഭാഗത്ത് വരുന്ന തയ്യൽ സെൻറ്റർ ഭാഗം നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രം കറക്റ്റായിട്ട് നമ്മൾ ആ അളവിന് തന്നെ വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് കെട്ടിട്ട് തുടങ്ങുക. സെൻറ്റർ ഭാഗത്തോട് നന്നായിട്ട് പിടിച്ചതിന് ശേഷം വലിച്ചൊന്നും പിടിക്കരുത് കേട്ടോ. വലിച്ച് പിടിച്ചാൽ തുണി വലിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ പയ്യെ പിടിച്ചിട്ട് ഒന്നിച്ച് വെച്ചിട്ട് ആ സെൻറ്റർ ഭാഗം ഒന്ന് കെട്ടിട്ടിട്ട് പിന്നെ തയ്ച്ചെടുക്കുക. അതേപോലെ 2 സ്റ്റിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ. 2 തയ്യൽ നമ്മൾ ഇട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ തുണി തീർച്ചയായിട്ടും വലിഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളല്ലേ, അവർ കാലൊന്നും ഒതുക്കി വെച്ച് അവരിയ്ക്കത്തില്ല. അവർ കളിക്കുന്ന ഇതിൽ അങ്ങ് വലിയുമ്പം ഇതായിപ്പോൾ. അതുകൊണ്ട് തന്നെ എലാസ്റ്റിക് ഇട്ട് തയ്ക്കുമ്പം കുറച്ച് ലൂസിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല സുഖമായിരിക്കും ഇതിട്ടൊന്ന് നടക്കാൻ. ഇതേപോലെ 3/4 ഇഞ്ച് എലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അത് കുട്ടിയുടെ ഇളിവണ്ണത്തിൽ നിന്ന് അവർക്ക് ഓവർ ടൈറ്റ് വേണ്ട, ഒരു 1.5 ഇഞ്ചോ ഇല്ലെങ്കിൽ 3 ഇഞ്ചോ കുറച്ച് ഇളിവണ്ണത്തിൽ നിന്ന് കുറച്ചതിന് ശേഷം അത് മുറിച്ചെടുത്ത് ബാക്കി വരുന്നതൊക്കെ അന്നേരം തന്നെ മാറ്റി വയ്ക്കുക. ഒരു പിന്ന് കൊണ്ട് കൊരുത്തതിന് ശേഷം നമ്മൾ ആ ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കുന്ന ആ ഹോളിൽ കൂടി നന്നായിട്ട് അകത്തോട്ട് കയറ്റുമ്പോഴത്തേക്ക് എലാസ്റ്റിക് അതായത് മടങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ കയറ്റുമ്പോഴത്തേക്ക് ഇത് ചരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോവാതെ ശ്രദ്ധിച്ച് നന്നായിട്ട് ഇതേപോലെ വലിച്ച് തുണി അകത്തോട്ട് കടത്തി വിടുക. ഇപ്പുറത്തെ ഭാഗത്തുള്ള എലാസ്റ്റിക് അകത്തോട്ട് പോവാതെയും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം അങ്ങനെ പൊക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും കൂടി ഒന്നേന്ന് തൊട്ട് കയറ്റേണ്ടി വരും. അപ്പം ഇതേപോലെ പിന്നെ വന്നതിന് ശേഷം ഇപ്പുറത്തുള്ള എലാസ്റ്റിക് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ച് ഇതേപോലെ പുറത്തെടുത്തതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ട് അകത്തോട്ടൊക്കെ വലിച്ചു വിട്ട് ഈ 2ഉം കൂടി ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക. അതായത് ഒരു 5-6 കെട്ടെങ്കിലും നന്നായിട്ട് കെട്ടിട്ട് കൊടുത്താൽ ഒരിക്കലും അത് പൊട്ടിപ്പോകത്തില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഊരിയതിൻ്റെ നൂലുകളൊക്കെ പൊട്ടിച്ചിട്ട് എലാസ്റ്റിക് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് വലിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ നന്നായിട്ട് വലിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മുടെ ഈ ഗ്യാപ്പ് ഇട്ട് കൊടുത്ത ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇടയ്ക്കിടയ്ക്ക് നൂലങ്ങ് പോകുന്നു കേട്ടോ. ഈ ഭാഗം നന്നായിട്ട് പിടിച്ച് വെച്ച് അടിച്ചു കൊടുക്കുക. അതിനാണ് നമ്മൾ 1 ഇഞ്ച് 3/4 ഇഞ്ച് എലാസ്റ്റിക്കിന് 1 ഇഞ്ച് അളവിട്ട് വേണം നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കാൻ. അപ്പോൾ അത് നന്നായിട്ടിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ തയ്ച്ചു കൊടുത്താലും മിക്കവാറും എലാസ്റ്റിക് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗവും എലാസ്റ്റിക് നന്നായിട്ട് വരുന്ന രീതിക്ക് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം, അതായത് എലാസ്റ്റിക്
അപ്പുറത്തും ഇപ്പുറത്തും സെൻറ്റർ ഭാഗം നന്നായിട്ട് വലിച്ച് പിടിച്ച് ഇതേപോലെ സൂചി കുത്തി ഇറക്കിയിട്ട് ഇതേപോലെ അതിൻ്റെ നടുക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ വലിച്ചു പിടിക്കണം. മാക്സിമം ആ തുണി എത്രത്തോളം വലിയോ ആ വലിയുന്ന അത്രയും വീതി ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെ ആ എലാസ്റ്റിക് നന്നായിട്ട് പിടിച്ച് ചുറ്റിലും ഒരു തയ്യലും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും എലാസ്റ്റിക് തിരിഞ്ഞ് മറിഞ്ഞൊന്നും പോകത്തില്ല, സ്ട്രെയിറ്റ് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും, അവർ ഇടുമ്പോഴത്തേക്ക് അവർക്ക് കിളിയൊക്കെ നോവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് കിടന്നോളും. പിന്നെ ടൈറ്റ് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക, എലാസ്റ്റിക് ഒരു 3-4 പ്രാവശ്യം ആദ്യം ഇടുമ്പോൾ ഒരു ടൈറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം കുട്ടിക്ക് അത് ടൈറ്റ് തോന്നിക്കാതിരിക്കാൻ വേണ്ടി ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് എലാസ്റ്റിക് ഒന്ന് പിടിച്ചു കൊടുക്കുമ്പം കറക്റ്റായിരിക്കും കേട്ടോ. അപ്പം ഒന്നും വലിഞ്ഞു പോകത്തില്ല, അത് ഇതേപോലെ നല്ല ഭംഗിയിരിക്കും. അപ്പം ഒരു നിക്കറായിട്ടുണ്ട്, നല്ല അടിപൊളി ഒരു നിക്കറായിട്ടുണ്ട്. ബാക്കി വന്ന വേസ്റ്റ് തുണിയിൽ നമ്മളൊരു നിക്കർ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും നമുക്ക് ഈ നിക്കർ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വേറെ ഞാൻ നിക്കറുകൾ 2-3 തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ നല്ല നീളമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ അത്യാവശ്യം നിക്കറുകളൊക്കെ തയ്ച്ച്